20 കൊല്ലമായിട്ട് വളരെ ചെറിയ ന്യായമായ കാര്യങ്ങൾ പോലും നടത്തി കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് നീ പറയണത് ശരിയാണെങ്കിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ അവരെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനും അന്വേഷിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു അനുവാദം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്ക് പറയാനുള്ളത് ഇവർ അങ്ങേയറ്റം വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വേദനയ്ക്കൊരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ചോദിച്ചത് ഈ സഹോദരിയാണ്. നമുക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പൊതുവേ ഈ ഭാര്യമാർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധത്തിൻ്റെ ഭാഗമാണത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ അയാൾ പെട്ടെന്ന് തുടങ്ങിയ ഒരു സ്വഭാവമൊന്നുമല്ല. ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഈ കാലം വരെയും എന്താണ് ഇതന്നെ ആയിരിക്കും ഇതിൻ്റെ സ്ഥിതി. അതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്താലും അയാളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് 20 കൊല്ലം കൊണ്ട് അയാൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഇനി എന്ത് പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ടെങ്കിലും നീ ഒരു ചുക്കും ചെയ്യില്ല എന്ന ഒരു നവർ മൈൻഡിലായിരിക്കും ഇവളോടുള്ള സമീപനം. അതുകൊണ്ട് എന്തില്ല, ഇവരെന്ത് പറയുന്നു എന്നുള്ളതും ഇവരെന്ത് ചെയ്താലും അതെന്നെ ബാധിക്കില്ല എന്നുള്ള തോന്നലിലാണ് ഉണ്ടാവുന്നത്. എനിക്ക് എത്രയോ അനുഭവങ്ങളുടെ കാര്യമാണ്. എന്താ അറിയോ, ഇങ്ങനത്തെയൊക്കെ പെൺകുട്ടികൾ അവസാനം മടുത്ത് ഇടങ്ങേറായിട്ട് അവസാനം അവർ തീരുമാനമെടുക്കും. ഇങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ബുദ്ധിമുട്ടലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരാളുടെ അക്രമം എപ്പോഴും സഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വളരെ ശക്തമായ തീരുമാനമെടുത്ത് ഇറങ്ങിപ്പോരുന്ന പെൺകുട്ടികൾ അപ്പോൾ അവർ കാല് പിടിച്ച് വരും. എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ തിരിച്ചു വരാൻ പറയും എന്ന് പറയും. അവർക്ക് അഭിമാന പ്രശ്നവും പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ അവസാന ഘട്ടങ്ങളിൽ ഇതാ ഉണ്ടാകുക. ചില ആളുകൾ രോഗം വന്ന് മരിച്ചു പോകും, ചില ആളുകൾ ആത്മഹത്യ ചെയ്തു പോകും. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ആരോടും പരിഹാരം പറയാനില്ല, പറയണ ആൾക്ക് അതിലൊരു മൈൻഡും ഇല്ല, ഒരു പരിഗണന ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതക്കുള്ള ഉദാഹരണമാണിത്. നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണിത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ സ്വഭാവങ്ങൾ ആവർത്തിച്ച് വന്നപ്പോഴെല്ലാം അത് പ്രതികരിക്കാതെയും പ്രശ്നമാക്കാതെയും നിന്നു കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇവർ അനുഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്ന കണിശമായ ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ പരിഹാരങ്ങൾ ഉണ്ടാകും.